കോഴിക്കോട് ബാലുശ്ശേരി റോഡ് ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. എലത്തൂരിൽ മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ബാലുശ്ശേരി റോഡിന് ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണെന്നും തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ പ്രഖ്യാപിച്ച ബാലുശ്ശേരി കോഴിക്കോട് റോഡ്, ആ റോഡിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്ന പരിപാടി ഇനി 3 പഞ്ചായത്തിലേ ബാക്കിയുണ്ട്. ആ 3 പഞ്ചായത്തിലും കൂടി കഴിഞ്ഞാൽ ഉടമസ്ഥന്മാർക്കുള്ള നഷ്ടപരിഹാരം പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കും. അതിനുള്ള പണമുണ്ട്. ആ ഭൂമി PWDക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രമേ അവരുടെ പ്രവൃത്തി ആരംഭിക്കുള്ളൂ. അപ്പോൾ അത് 1 മാസം കൊണ്ട് തന്നെ തീർക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കളക്ടർ സാന്നിധ്യത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു യോഗം നമ്മൾ കൂടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അംശക്കച്ചേരി ചെറുകുളം, അതിൻ്റെ പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന 2 പ്രധാന പദ്ധതികളാണ് അംശക്കച്ചേരി ചെറുകുളം. നമ്മുടെ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ബാലുശ്ശേരി കോഴിക്കോട് റോഡ്. നമ്മൾ വികസനകാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജനപ്രതിനിധികളെ വിശ്വാസമെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പരിഗണന നൽകുന്ന ഒരു നിലപാട്, അതായിരുന്നു ഇതുവരെ നമ്മൾ സ്വീകരിച്ച നിലപാട്. അത് കഴിഞ്ഞ കാലത്തൊക്കെ അതിൽ ഭൂരിപക്ഷവും LDF-കാരായതുകൊണ്ട് അവർക്കതറിയാം. പക്ഷേ ഈ പുതിയ ആളുകൾക്ക്, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, LDF-ൻ്റെ MLA-യുടെ നിലപാട് അതായിരിക്കും. ജനപ്രതിനിധികളോട് ആശയവിനിമയം നടത്തിയിട്ട് മാത്രമേ വികസന പ്രവർത്തനം നടപ്പിലാക്കൂ. അതൊരു അപ്രോച്ചാണ്. ആ നിലപാട് ഞാൻ സ്വീകരിച്ചതിൻ്റെ ഫലമായി വ്യക്തിപരമായി എനിക്കും മണ്ഡലത്തിനും ജനങ്ങൾക്കും LDF-നോട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ LDF തന്നെയാണ് നല്ലതെന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്തും LDF-ൻ്റെ MLA-മാർ ഇതിനാണ് പ്രവർത്തിക്കാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കാര്യം വികസനമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യം പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. അത് നിങ്ങളെ അറിയിക്കാനാണ് ഒന്നാമത് വിളിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു. അതേസമയത്ത് പുറക്കാട്ടിയിൽ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള ഒരു അഡോളസൻ്റ് ഹോസ്പിറ്റലുണ്ട്. അതിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകി ഒരു ഉത്തരവ് ഇറക്കണമെന്ന് ആരോഗ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു മാതൃകാ സ്ഥാപനമായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ അദ്ദേഹത്തിന് വന്ന് നോക്കാൻ സമയം കിട്ടിയില്ല. ഇതിനാദ്യം ജീവൻ വന്നത് വൈസക്ക് മന്ത്രിയായപ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. പിറ്റത്തെ മാസം അദ്ദേഹം പണയം വെച്ചിട്ടാണ് അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇങ്ങനത്തെ സ്ഥാപനങ്ങളാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അന്ന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ധനമന്ത്രിയായിരുന്നു, പിറ്റത്തെ ആഴ്ച ഉത്തരവിറക്കിയാണ്. അപ്പോൾ അതങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധയാവുകയും പഴയ ബാലുശ്ശേരിയുടെ വികസനത്തിന് അടിത്തറയിട്ട ഒരു ജനകീയ MLA നേതാവായിരുന്ന ഷൺമുഖദാസിൻ്റെ സ്മാരകം അങ്ങനെ ഇവിടെ ഉണ്ടാകും. അതിന് മെച്ചപ്പെടുകയുള്ളൂ. ഈ പ്രാവശ്യത്തെ ആയുഷ്മാൻ പദ്ധതിയിൽ ബഡ്ജറ്റ് ചർച്ചകൾ ഈ വകുപ്പ് തിരിച്ചുള്ള ചർച്ചയിൽ ചിലപ്പോൾ അത് അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വകുപ്പ് തിരിച്ചുള്ള ചർച്ചയുണ്ടല്ലോ ഇനി ഓരോ വകുപ്പിൻ്റെ. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ചർച്ചയിൽ അത് ഉന്നയിക്കാൻ പറ്റുമെന്നുള്ള നിലക്കാണ്, നല്ല പ്രതീക്ഷയാണ് മന്ത്രി തന്നിട്ടുള്ളത്. എലത്തൂരിലെ കോരപ്പുഴയിൽ ട്രെഞ്ചിങ് മുടക്കാൻ ചിലർ താൽപര്യമെടുക്കുന്നു. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാതെ നടപ്പാക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതാണ് മണലെടുപ്പ് തടസ്സപ്പെടാൻ കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ചേളന്നൂർ ഒളവുപാറയിൽ ടൂറിസം വികസനത്തിന് സർക്കാർ സ്ഥലം കുറവായതാണ് പ്രധാന പോരായ്മ. തദ്ദേശീയരായ ആളുകളുടെ സഹകരണത്തോടെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ACV ന്യൂസ്, കോഴിക്കോട്.